ദിവ്യകാരുണ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ദിവ്യകാരുണ്യത്തിന് ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവ്യകാരുണ്യം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ദിവ്യകാരുണ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളക്ക് വെളിച്ചുകൊണ്ട് മുട്ടുകുത്താവുന്നത് അതൊക്കെ സ്വാഭാവിക അനുഷ്ഠാന രീതികളാണ്. മറിച്ച് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മബന്ധവും സത്താപരമായ ഷെയർ, പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ തന്നെ പങ്കാളിത്ത സാന്നിധ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം ചെയ്യേണ്ടി വരും. കർത്താവെ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പിന്നെന്താ രണ്ടാമത്തത്? ഉയർപ്പിൽ വിശ്വസിക്കുന്നു. പങ്കാളിത്ത ഉയർപ്പാണത്. പിന്നെന്താണ്? വരവ് കാത്തിരിക്കുകയാണ്. അല്ല എല്ലാം ശരിയാവുമെന്ന് പറയുകയല്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനെ മോഹിപ്പിക്കുന്നൊരു വിഷയമില്ലേ, അതല്ല. എല്ലാം ശരിയാവുന്നൊരു സമയമുണ്ട്. എപ്പോഴാണ്? വരവ് കാത്തിരിക്കുമ്പോൾ, അവൻ്റെ വരവിനെ വരവേൽക്കുമ്പോൾ അവിടെല്ലാം ശരിയാണ്.